അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമായ സാധനങ്ങൾ 2 കോഴിമുട്ട, 2 ചെറിയ റോബസ്റ്റ പഴം, നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല, ആൽമണ്ട് ഒരു 15 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത്, ആവശ്യമായ പൊടികൾ മൈദപ്പൊടി 1/2 കപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓവണും ബേറ്ററും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്ക് ചെയ്ത് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു 5 സെക്കൻഡ് നമ്മൾ കോഴിമുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് 2 സെക്കൻഡ് അടിച്ചെടുക്കാം. നമ്മളിതാ ഷുഗറും കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 30 സെക്കൻഡ് ഓയിൽ ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇരിക്കും, കുറച്ച് തിക്കായിട്ടുണ്ടാവും ഒരു ബാറ്റർ. അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സാൾട്ട് അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മുഴുവൻ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാറ്. നമുക്ക് സ്പാച്ചുലയൊന്നും വേണ്ട, കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്ത മിക്സിയിലേക്ക് നമ്മളോട് എടുത്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്ത ഈ പഴത്തിൻ്റെ മിക്സ് നമുക്ക് നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെച്ചിട്ട് നന്നായി മിക്സ് ആവുന്നത് വരെ ഇളക്കി നമ്മളതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആൽമണ്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്ററിൻ്റെ പണി കഴിഞ്ഞ് നമ്മൾ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലൊരു ബട്ടർ പേപ്പറല്ല, ഒരു A4 ഷീറ്റാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചാൽ മതി. ഒന്ന് ഗ്രീസ് ചെയ്ത് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഒരു പേപ്പർ അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുക. വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് നമ്മളൊരു ഓവൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളൊരു ഓവൻ സെറ്റപ്പാണ്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് 40 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളിതൊരു 45 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടതാണ്. നമുക്കിത് പുറത്തൊക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ പഴം കൊണ്ട് ചെയ്ത നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്യാം.